ഒട്ടകത്തിന് എന്തുകൊണ്ടാണ് കുറെ വെള്ളം ശേഖരിക്കാനുള്ള ശരീരം? കാരണം വെള്ളം ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിൽ കുറേ കിലോമീറ്റർ നടന്നാലേ വെള്ളം കിട്ടുള്ളൂ. വലിയ കാലുകൾ എന്തുകൊണ്ടാണ്? ശരീരത്തിന് ചൂട് അടിക്കാണ്ടിരിക്കണമെങ്കിൽ കാല് വളരെ വലുതാണ്. മനസ്സിലായോ? കൺപീലികൾക്ക് നമുക്കുള്ളതിനേക്കാളും കട്ടിയാണ് ഒട്ടകത്തിന്. കാരണം മണ്ണിന്റെ മണലടിക്കുമ്പോ കാറ്റടിക്കുമ്പോ കണ്ണ് മുകളിലോട്ട് പിതറിച്ചു പോകും, എന്നിട്ട് ഉള്ളിൽ പോവും. അങ്ങനെ പോകാണ്ടിരിക്കണമെങ്കിൽ ഒട്ടകം കണ്ണടച്ചിട്ട് നടക്കാൻ പറ്റും. ഓരോ ജീവിക്കും പ്രകൃതിക്കനുസരിച്ചിട്ടാണ് അതിന്റെ ആകൃതി, അതിന്റെ ഭക്ഷണം. ആന പണ്ട് നീന്തുന്ന ജീവിയായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ആനക്ക് നീന്താൻ പറ്റുന്നത്. ഒരു 200 മില്യൺ ഇയേഴ്സ് ബാക്ക് ആനയുടെ തുമ്പിക്കൈ എന്ന് പറയുന്നത് നമ്മുടെ ഡക്കിൽ, താറാവിന്റെ കൊക്ക് എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലേ, അതുപോലെ. എന്താ കാരണം? ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ മീനിനെ പിടിക്കാൻ പറ്റും. പണ്ടത്തെ ആനകള് അതേപോലെ. അങ്ങനെ ഓരോരോ കാലം കഴിയുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ശാസ്ത്ര കൗതുകം എന്ന് പറയുന്ന മലയാളത്തിലുള്ള ഗൾഫ് റേഡിയോക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടോക്കൺ, ശാസ്ത്ര കൗതുകം ഡോക്ടർ TPS നടിച്ചാൽ ഇത്തരം കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്തു. അത് ഗൾഫിലാണ് റെക്കോർഡ് ചെയ്തത്. ഗൾഫിൽ റെക്കോർഡ് ചെയ്യില്ല, ഞാൻ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാച്ച്. ആ പ്രോഗ്രാമിന്റെ പേര് ശാസ്ത്ര കൗതുകം എന്ന്. കുറേ ഉണ്ട് റേഡിയോ. രമേശ് പയ്യന്നൂരാണത് അന്ന് ഏഷ്യാനെറ്റ് റേഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് മാമോത്ത് എന്നൊക്കെ പറയുന്ന പഴയ ആനയുടെ കഥ, നേരത്തെ ചോദിച്ച ഗാലക്സിയുടെ കഥ, സൗണ്ടിന്റെ കഥ, ഓരോ സംഭവങ്ങൾ ഓരോ ആഴ്ചയുണ്ടാവും. എല്ലാ ചൊവ്വാഴ്ചയും കണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ ഇത്തരം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഭൂമി എർത്ത് ഡേ ആയിരുന്നു 22-ാം തീയതി, ഏപ്രിൽ 22. അന്നത്തെ ദിവസം അതിനെക്കുറിച്ചുള്ള കഥ, നിങ്ങൾ ഏത് സിനിമ കാണണം, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇപ്രാവശ്യത്തെ DD4 എന്റെ സാമൂഹ്യ പാഠം കണ്ടിട്ടുണ്ടാവില്ല? ഞാൻ അന്ന് ഇവർക്കെല്ലാം അയച്ചു കൊടുത്തു. എന്റെ കോണ്ടാക്റ്റിലുള്ള നടുവിലുള്ള ടീച്ചർമാർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സർക്കുലേറ്റ് കാണണം. കാരണം ദൂരദർശന്റെ സാമൂഹ്യ പാഠത്തില് കഴിഞ്ഞ ആഴ്ചത്തെ ഇന്റർവ്യൂ എന്റേത്, ഇതേ കഴിഞ്ഞ മൺഡേ 6 ദിവസമായിട്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് എർത്ത് ഡേ ആണ്, ഇന്ന് സിനിമയാണ് കാണേണ്ടത്, അതിനാണ് പ്രാധാന്യം, അത് കാണുമ്പോഴാണ് നമ്മൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞത്. തുരുതുരാത് ചോദ്യം വരണം, ടീച്ചർമാരുടെ വേണം. New method to teach poetry. See, one of the poem which I taught, which I learned in my class, and the teacher was so boring, was Wordsworth Solitary Reaper. എല്ലാരും പഠിച്ചിട്ടുള്ള ഒരു കവിതയായിരിക്കും. എവരിബഡി റിമെമ്പേഴ്സ് ദിസ് അല്ലേ? ആണോ അല്ലയോ? ആ ടീച്ചർ ബുക്കെല്ലാം അവിടെ വെക്കും. എന്നിട്ട് ഇങ്ങോട്ട് വാ. റീപ്പിംഗ് എന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വാ. ഇവിടുന്ന് കൊയ്യുന്നത് പോലെ അഭിനയിക്കും. തവലൊന്നും പാടില്ല. ഇറ്റ്സ് എ റിയൽ ആക്ഷൻ. എങ്ങനെയാ പഠിപ്പിക്കാന്ന് ഉത്തരിതാ. ഓക്കെ, I am the poet Wordsworth, and I was just passing and seeing a lady, solitary reaper. ഇവിടെ സാരി ഒന്നും എടുത്തിട്ട് കൊയ്യൂല. ഓക്കെ, സോ ദ സോളിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റയ്ക്ക്. റീപ്പർ എന്ന് പറഞ്ഞാൽ കൊയ്യുന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കേൾക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും മനസ്സിൽ 2 വാക്ക് പഠിച്ചു. സോളിറ്ററി മീൻസ് അലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. The poetry is called solitary reaper. അപ്പൊ 2 പ്രാവശ്യം ഇങ്ങനെ കൊയ്യുന്നത് കാണിച്ചാല് റീപ്പർ എന്ന് പറഞ്ഞാൽ കൊയ്യുന്ന ആളാന്ന് മനസ്സിൽ പതി. The solitary reaper. I am the poet passing by and I am seeing you reaping. So what am I doing? And you are singing. അതിനകത്ത് അങ്ങനെ ഒരു വാക്കുണ്ട്, സിംഗിങ് ബൈ ഹെർസെൽഫ്. ഒറ്റക്ക് പാട്ടും പാടിയിട്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? ഏതാ പണ്ട് കൊയ്യുമ്പോ പാടുന്ന പാട്ടെന്ന് അറിയാം? കൊയ്ത്തുകാർ പാടുന്ന ഏതെങ്കിലും പാട്ടറിയാം നിങ്ങൾക്ക്?
വടക്കം പാട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട് പാടും. ഇദ്ദേഹത്തിന് അറിയണം. ആര്യര് നാട്ടിൽ പിറന്നോരമ്മ പാട്. കോലത്ത് നാട് കീനാവു കണ്ടേ, അങ്ങനെയാ പാടുക. ഈ കോലസ്വരൂപം എനിക്കു വേണം, ഈ കോലത്തു നാടും എനിക്കു വേണം. അപ്പൊ അങ്ങനെ പാടി പാടി കൊയ്തോണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ എന്ന പോയറ്റ് ഓട്ടോമാറ്റിക്കലി ആസ്വദിക്കുമോ? അപ്പൊ ഐ ആം എൻജോയിങ് ദാറ്റ് യു ആർ സിംഗിങ് ബൈ യുവർ സെൽഫ് ആൻഡ് റീപ്പിംഗ് ബൈ യുവർ സെൽഫ് ആൻഡ് ഐ ആം ആസ്കിങ് നോബഡി ഷുഡ് ഗോ ബിസൈഡ് ടു ഡിസ്റ്റർബ്. ആരും അടുത്തു പോയി ഇയാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് സീൻ. ഇപ്പൊ ഞാൻ പോയട്രി പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ ആ സീൻ ഉണ്ടാക്കി, അത് കാണിച്ചു കൊടുത്തു, ഒരാളെ പിടിച്ചു നിർത്തി, പഠിപ്പിക്കുന്ന മാഷ് പോയറ്റായി അഭിനയിക്കുകയാണ്. എനാക്ടിങ് ഈസ് ദ മെത്തേഡ്. അത് പോയട്രി മാത്രമല്ല. ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ സോളിറ്ററി ഹൈലൻഡ് ആസ് സിംഗിങ് ആൻഡ് റീപ്പിംഗ് ബൈ ഹെർ സെൽഫ്. അതാണ് പോയട്രിന്റെ ആദ്യത്തെ ലൈൻ. ആ ലൈൻ പോലും എനിക്ക് ബൈ ഹാർട്ടാണ്. ബിഹോൾഡ് ഹെർ, ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ്, ഒറ്റക്കാണ്. അപ്പൊ ഒരു വാക്ക് ഉപയോഗിച്ചു സോളിറ്ററി, രണ്ടാമത്തെ വാക്ക് സിംഗിൾ. എന്റെ അർത്ഥം സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്നല്ലേ. ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ, ഒറ്റക്ക്. സോളിറ്ററി അടുത്തത് ഒറ്റക്കാണ്. റീപ്പർ റീപ്പിംഗ് ആൻഡ് സിംഗിങ് ബൈ ഹെർ സെൽഫ്. ഹെർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നടത്തും, ഒറ്റക്ക് ചെയ്യുന്നതാണ്. ഈ കഥ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എനാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടേ. പിന്നെ വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയാം. വേർഡ്സ്വർത്ത്, ഞാനൊക്കെ വേർഡ്സ്വർത്തിന്റെ വീട് കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പം അതിന്റെ ഹിസ്റ്ററി പഠിക്കുക, ആരുടെ വീട്ടിലൊക്കെയാണുള്ളത്. ബെർണാഡ് ഷാന്റെ വീട് ഇന്ന സ്ഥലത്താണ്, വേർഡ്സ്വർത്തിന്റെ വീട് ഇന്ന സ്ഥലത്താണ്. അപ്പൊ ലണ്ടനിൽ പോകുമ്പം കുറെ സിനിമ കാണുക, അല്ലെങ്കിൽ അവിടുത്തെ അതല്ല, അവരുടെ വീടുകൾ പോയി കാണും. അത് പോയി കാണുമ്പോഴേ നമുക്ക് ഓ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അയാൾ ഈ കവിത എഴുതും. ആ സ്റ്റെപ്പിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം. പി കുഞ്ഞിരാമൻ നായരുടെ വീട്ടിൽ പോയി താമസിക്കുക. മലബാറിന്റെ എഴുത്തുകാരൻ പണ്ട് പി കുഞ്ഞിരാമൻ. ഓക്കെ, അപ്പൊ അത് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവണം. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അവരുമായിട്ട് അവരായിട്ട് അറ്റാച്ച്ഡ് ആവും. ദെൻ യു ആർ ആക്ച്വലി ആക്ടിങ്. കംപ്ലീറ്റ് അങ്ങനെയാണ് എല്ലാ പോയട്രി മാത്രമല്ല പ്രോസ്. ഇന്നലെ അതുകൊണ്ടാണ് മുത്തരത്തിലെ കുട്ടികളോട് ആ ഒരു ഗോ, അവർ ആക്ട് ചെയ്തില്ലേ, അതിനിപ്പോ അവർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പഠിച്ചു. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷിലെ ഒരു പാഠം പണ്ട് ഞാനിവിടെ നടുവിൽ ഹൈസ്കൂളിൽ 18 A+ കിട്ടിയത് ഒരു കൊല്ലം ഞാൻ പഠിപ്പിച്ച കൊല്ലം. അവരിവിടെ വന്നിട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതിന് മുമ്പ് ഒറ്റ A+ ഉള്ളൂ, മുഹമ്മദ് കുഞ്ഞിക്ക്. അത് സെലിബ്രേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും വലിയ കാര്യം തന്നെ, അടുത്ത വർഷം ഞാൻ 25 A+ ആക്കാം. ആ 25 കുട്ടികൾ വന്നു. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോയി. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള കുറെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടി. അപ്പൊ ഇതൊന്നും വലിയ പ്രശ്നമൊന്നല്ല. അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിൽ പതിയണം. ആ മനസ്സിൽ പതിയണമെങ്കിൽ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. എല്ലാം വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ എളുപ്പം. പോയട്രി വളരെ എളുപ്പം. ബെർണാഡ് ഷായുടെ ഒക്കെ നാടകം പഠിപ്പിക്കുമ്പോൾ എന്ത് സുഖാന്നറിയും. അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിഷ്യനും മകനും. ആ പോകുന്ന വഴിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും. ശിഷ്യനും മകനും ഒക്കെ ആ ശിവനെ കാണാൻ പോകുന്ന, പരശുരാമൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കാണും. വരജട വിവിധക്ഷമാല മന്തോൽ മരപുരി സർവ ശരീര ഭസ്മലേപം പരമിതുകളിലൊന്നിലും മറഞ്ഞിൽ ഉലപെറുമാ യുവ താപസന്റെ ദർപ്പം. കണ്ടാൽ ബ്രാഹ്മണനാണ്, പക്ഷെ ബ്രാഹ്മണന്റെ ഭാവമൊന്നും അല്ല, നല്ല മസിലുണ്ട്. ബ്രാഹ്മണന്മാർക്ക് വലിയ മസിലും ക്ഷത്രിയന്റെ രൂപമൊന്നും ഉണ്ടാവില്ല. ജടയുണ്ട്. വിവിധാക്ഷ മാല മാന്തോൽ, കുറെ മാലയിട്ടിട്ടുണ്ട്. പിന്നെ മരപുരിയാണ് ഉടുത്തിരിക്കുന്നത്. പക്ഷെ അതിലൊന്നും അയാളുടെ ദർപ്പം, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. അപ്പൊ ക്ഷത്രിയനാന്ന് കാണിക്കും. എന്നിട്ട് സൈഡിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളൊക്കെ വിചാരിക്കും ഇയാളിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ ഇങ്ങനെ പോയി അവസാനം ശിവന്റെ അടുത്ത്. ആ കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്ക് ഹിമാലയത്തിൽ പോയ പോലെ തോന്നും. അപ്പൊ ഈ വായിച്ചിട്ട് കാര്യമില്ല, ആ സ്ഥലത്തേക്ക് ഞാൻ എത്തണം.
അങ്ങനെ ഇതൊക്കെ മനസ്സിൽ സങ്കല്പിച്ച അവസാനം ഞാൻ ഹിമാലയത്തിൽ പോയപ്പോഴാണ് ഇതൊന്നും അല്ല ഹിമാലയം എന്ന് മനസ്സിലായത്. പിന്നെ അതിനെപ്പറ്റി ഒരു കഥ എഴുതി, ഇതല്ല ഹിമാലയം. കാരണം ആ കാലത്ത് എഴുതിയ കാലത്തുള്ള ഹിമാലയ അല്ല, അതൊക്കെ മാറിക്കഴിഞ്ഞു. വേഗം 10 മിനിറ്റും കൂടി ഉള്ളൂ. കേട്ടോ, ഞാൻ നേരത്തെ ചോദിച്ചിട്ടു ആരാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നിലധികം അഡ്മിൻ വേണം. ബൈ ചാൻസ് നിങ്ങൾ അറിയാണ്ടത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഹാങ് ചെയ്ത് കിടക്കും. ബാക്കി എല്ലാവരും അനാഥന്മാരെ പോലെ. നമ്പർ 1. നമ്പർ 2, അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ഒരാള് ഒരു ഗ്രൂപ്പിൽ പെടുമ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു വാക്കുണ്ട്. ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ അതിനകത്ത് കുറേ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കാൻ ഏത് മണ്ടന്മാർക്കും പറ്റും. കാരണം അത് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. യു ഷുഡ് സ്പീക്ക്, യു ഷുഡ് റൈറ്റ്. ഞാൻ മനക്കെട്ടിട്ട് 4 പാരഗ്രാഫ് എഴുതിയാലും ഒരു മറുപടി. കാർല എന്ന് പറയുന്നത് കാലിഫോർണിയയിലുള്ള അമേരിക്കയിൽ ജനിച്ചു വളർന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഏകദേശം 90 വയസ്സായിട്ടുള്ള ശ്രീ രവിശങ്കറിനെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത സ്ത്രീയാണ്. അന്ന് മഹാഋഷി മഹായോഗിയുടെ ശിഷ്യനായിട്ടിരിക്കുന്ന അയാൾ. അവരുടെ ഇന്റർവ്യൂ ഞാൻ അതിനകത്ത് ഇട്ടിട്ടു. അവർ ഇംഗ്ലീഷ് ടീച്ചിങ് ക്ലാസ്സുകൾ, അവരും ഞാനുമായിട്ടുള്ള ഡയലോഗ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കാണാൻ സമയം ഉണ്ടാവില്ല, കാരണം വെച്ചാൽ രാവിലെ ഇട്ടത്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലായിരുന്നു. പക്ഷെ അത് ചെയ്യേണ്ടത് ഐ ആം ഗോയിങ് ടു സീ ദിസ് എന്നൊരു കമന്റ് അതിനകത്ത് അയക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാൻ പഠിച്ചു. മനസ്സിലായോ? ഞാൻ അതിനകത്തൊരു വെർബൽ വാക്കിട്ടിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇടും എന്നാണ് പറഞ്ഞിരുന്നത്. ഒരാളും ചെയ്തിട്ട് റിയാക്ഷനെക്കാളും കൂടുതൽ റെസ്പോൺസ് ആണ് വേണ്ടത്. അതില്ലെങ്കിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. മനസ്സിലായോ? ആക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും ഗ്രൂപ്പിൽ വേറൊരാൾ ചേർക്കരുത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആവും. അത് കൃത്യമായിട്ട് അതിനകത്ത് എഴുതും. അല്ലെങ്കിൽ നമ്മളൊക്കെ സെമിനാർ നടത്തുമ്പോൾ 1000 പേര് ചേരും ഗ്രൂപ്പിലൊക്കെ. വിളിക്കുമ്പോൾ 4 ആളെ ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ സാധാരണ പറയണ്ട, അതൊന്നും ഞാൻ നിൽക്കില്ല. ഓക്കെ, ഇപ്പൊ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലപോലെ മനക്കെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാനൊക്കെ 50 കിലോമീറ്റർ ദൂരെ പോയിട്ടൊക്കെ പഠിപ്പിച്ച ആളാണ്, പ്രൊഫസറാണ്. 50 കിലോമീറ്റർ യാത്രയിൽ എല്ലാ ദിവസവും 2 or 3 ടോക്ക് കേൾക്കും. 2 മണിക്കൂർ വേണം കോളേജിൽ എത്താൻ, 2 മണിക്കൂർ വേണം തിരിച്ചു വരാൻ. അപ്പൊ 4 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം റെക്കോർഡ് ചെയ്യും. രാവിലെ ന്യൂസ് കേൾക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം മക്കളെ റെഡിയാക്കിയിട്ട് അയക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണ്ടേ. അപ്പൊ ന്യൂസിന്റെ മുമ്പിൽ റെക്കോർഡർ വെക്കും, ഇംഗ്ലീഷ് ന്യൂസ് കംപ്ലീറ്റ് വരും. അത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓഡിയോ ആയിട്ട് കേൾക്കും. ഓക്കെ, ഇപ്പൊ എന്റെ കിറ്റിൽ നോക്കിയാൽ 2 ഇയർഫോണുകൾ ഉണ്ടാവും, കൂടാതെ 3, ഒന്ന് വേറെ ഒന്നുണ്ട്, ബ്ലൂടൂത്ത് അല്ല. ഈ 3 ഇയർഫോൺ എൻ്റെ അടുത്ത് എന്തിനാ വെക്കണത്? ഏത് പൊളിഞ്ഞാലും മറ്റേത് ഉപയോഗിക്കണം. യാത്രയിൽ മിക്കവാറും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇതാ ചെയ്യും. അപ്പൊ അത് കേട്ടോണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് കേട്ടാകുമ്പോൾ അതേപോലെ എനിക്ക് പറയാൻ പറ്റും. അതിപ്പോ പറയുന്ന ഈ ഇംഗ്ലീഷ് അല്ല, ഞാൻ ഡിസ്കവറിയിൽ പറയുമ്പോൾ പറയാം, അവരുടെ സ്റ്റൈലിൽ പറയും. അമേരിക്കയിൽ എത്തുമ്പോൾ വേറെ സ്റ്റൈലിൽ, ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആ സ്റ്റൈലിലേക്ക് മാറുമ്പോഴാണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഈസ് നോട്ട് സംതിങ് വിച്ച് യു ഹാവ് ടു സ്പീക്ക് ഫ്ലുവൻറ്റ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ. നിങ്ങൾ ആരോ പറഞ്ഞു സ്പീഡ് പറയാൻ പറ്റില്ല, ഫ്ലുവൻസ്, ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഗ്രാമർ പെർഫെക്റ്റ്, വൊക്കാബുലറി എക്സംപ്ലറി ഗുഡ്, നല്ലപോലെ വൊക്കാബുലറി വേണം. അതില്ലെങ്കിൽ കുറെ തെറ്റുകൾ പറ്റും. സ്പെല്ലിംഗ് പെർഫെക്റ്റ് ആയിട്ട് അറിയണം, കാരണം നിങ്ങൾ എഴുതിയിട്ട് പറയേണ്ടവരാണ്. ക്ലാസ്സുകളിലൊക്കെ എഴുതേണ്ടത്. ഹാൻഡ് റൈറ്റിംഗ് വളരെ നന്നാവണം. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ കുറേ ലൈൻസ് വരച്ചിട്ടാണ് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയാൽ യു ലേൺ ഹൗ ടു. അത് ഇല്ലെങ്കിൽ ചെറുപ്പകാലത്തിലുള്ള കോപ്പി റൈറ്റിങ്ങിലുള്ള എടുത്തിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. വൺസ് യു ബിക്കം പെർഫെക്റ്റ്, ഇറ്റ് ബിക്കംസ് പെർഫെക്റ്റ്. റൈറ്റ്? അത് താഴത്ത് നിന്ന് മുകളിലോട്ട് എഴുതാം, അപ്പൊ കൃത്യമായിട്ട് പഠിക്കും.
കൃത്യമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ പറ്റും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഒരു ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ ആളെ നമുക്കറിയാം. റൈറ്റ്. ടീച്ചേഴ്സ് പ്രത്യേകിച്ചും എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം. സയന്റിസ്റ്റുകളൊന്നും നന്നാവണമെന്നില്ല, ഡോക്ടർമാർക്ക് ആവണമെന്നില്ല. പക്ഷെ ടീച്ചർമാര്, കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്, നല്ല ഹാൻഡ് റൈറ്റിങ്ങും നല്ല പാരഗ്രാഫ് തിരിച്ചും ആൻസർ എഴുതുന്ന കണ്ടാൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന മാഷന്മാർ മാർക്ക് കൊടുക്കും. നമ്മളൊക്കെ ഞാനൊക്കെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആകുമ്പോൾ ടീച്ചർമാരൊക്കെ പറയും കുറേ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഈ ക്യാമ്പുകളല്ല, പേപ്പർ കൊടുക്കുക ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് കൊടുക്കും. ഞാൻ പറയും നിങ്ങളെല്ലാം കൊണ്ടാ, ഞാൻ അരമണിക്കൂറിന് ചെയ്തു. അപ്പൊ ടീച്ചർമാർ ഫുൾ കൊണ്ടുവരും. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയും ഈ കുട്ടിക്ക് എത്ര കൊടുത്തു, ഈ കുട്ടിക്ക് എത്ര കൊടുത്തു, ഈ കുട്ടിക്ക് എത്ര കൊടുത്തു. കാരണം അത് കണ്ടറിയാം ഇതിന് ഗുണമുണ്ടായിട്ട്. നല്ല ഹാൻഡ് റൈറ്റിങ്, നല്ല കൃത്യമായിട്ട് എഴുതാം, പാരഗ്രാഫ് തരംതിരിക്കുക, അത് നോക്കിയാൽ മിക്കവാറും ലോങ് ആൻസേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഷോർട്ട് ആൻസേഴ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം ചെയ്യാം. അപ്പൊ എപ്പോഴും ഇത് രണ്ടും കൃത്യമായിട്ട് ടീച്ചേഴ്സ് നന്നായാലും നമുക്ക് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ പിന്നെ ഗ്രൂപ്പിൽ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് കാണാൻ പറ്റും. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് ടേക്ക് എ പിക്ചർ ആൻഡ് പോസ്റ്റ് ഇറ്റ്. കാരണം നിങ്ങളുടെ ധാരണ ഇത് ഞാനൊന്നും ശ്രദ്ധിക്കില്ല ആളാണ്. 2000 ഈ ദിവസം എൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ റിപ്പോർട്ട് പോലും ഇപ്പൊ എൻ്റെ കയ്യിലുണ്ടാവും. ഐ പ്രിസർവ് ഏത് ദിവസം എവിടെ എങ്ങനെ എപ്പോ പോയി ആരെ കണ്ടു, ഇതൊക്കെ എൻ്റെ ആർക്കൈവിലുണ്ടാവും. എപ്പോഴും ഒരു 1 TB 2 TB 3 TB എടുത്ത് നടക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബുക്സിനെക്കാളും കൂടുതൽ CDs ഉണ്ട്. കൊല്ലങ്ങളായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ആർക്കൈവ് ചെയ്തു. അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാർല എന്ന് പറയുമ്പോൾ കാർലേന്റെ 5 വീഡിയോ എനിക്ക് ഇടാൻ പറ്റും. മനസ്സിലായോ? കാരണം അതിനൊക്കെ ഡേറ്റും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ ക്ലാസ്സിന് വന്ന ഓരോരാളുടെയും മെസ്സേജ് അയച്ചിട്ട്, ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെടുത്തിയാൽ നിങ്ങളുടെയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്തു. ഇപ്പം വന്ന ആള് ഇന്റർവ്യൂ ചെയ്ത ആളില്ലേ, അപ്പോൾ ഇയാളെല്ലാം വിളിക്കേണ്ടതായിരുന്നു മാരേജിന് എന്ന് നാരായണൻകുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. എപ്പോഴോ ഒരു പ്രാവശ്യം ആലക്കോട് വന്നിട്ട് എൻ്റെ പടെടുത്ത് എൻ്റെ ന്യൂസ് അടിച്ച് എനിക്ക് അതിന്റെ കോപ്പി അയച്ചു തന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ കോണ്ടാക്റ്റിൽ പെട്ടു. അയാൾ എൻ്റെ മകന്റെ വിവാഹത്തിന് ഞാൻ വിളിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ആ എന്തായിരുന്നു, ഇപ്പൊ എന്റെ കുറ്റമല്ല വരാണ്ടിരുന്നത്, എന്റെ കുറ്റമാണ്, ഞാൻ ചെയ്യും. അങ്ങനെ നടുവിലുള്ള കുറേ പേർക്ക് മെസ്സേജ് അയച്ചാലും ആരും കാണില്ല, ഇഗ്നോർ ചെയ്യും. പിന്നെ കുറേ ഗ്രൂപ്പുകൾക്ക് അയക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടും. കാരണം ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. കാരണം നിങ്ങൾ എൻ്റെ മെസ്സേജ് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്പർ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചിട്ട് ഞാൻ മണ്ടനാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുക. അതുകൊണ്ട് നമ്പർ സ്റ്റോർ ചെയ്യുക, മിനിമം ചെയ്യേണ്ടത്. 2 മെസ്സേജ് അയക്കുക. മെസ്സേജ് സെന്റൻസ് ആയിട്ട് തന്നെ അയക്കുക. അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുക. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. അത് വർത്തമാനം പറയാനാണ് പഠിക്കേണ്ടതെങ്കിൽ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്. വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഈസ്, ഇപ്പം ഞാൻ ഇതിനകത്ത് ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഇംഗ്ലീഷ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഹേ ഗൂഗിൾ ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി, ഈസ് ഇറ്റ് എ ഗുഡ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത്. ക്യാൻ ഐ ഗെറ്റ് എന്നുള്ളതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്ര പോരാ. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ മതിയോ എന്ന് ചോദിച്ചാൽ മതി. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും, തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ എല്ലാവരും ചോദിക്കില്ല, വാട്ട് ഈസ് ആണ് എല്ലാവരും ചോദിക്കുക അല്ലെ. വാട്ട് ഈസ് പറഞ്ഞ വേറെ അർത്ഥം എന്താ അറിയാം? എന്നാ അറിയാം, അങ്ങറിയില്ല. കള്ളിന്റെ പേരാ വാട്ട് ഈസ്. വാട്ട് ഈസ് അടിച്ചോ നമ്മളില്ലേ? വാട്ട് ഈസ് അടിച്ചു എവിടെയെന്ന് വാട്ട് ഈസ് അടിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം വാട്ട് ഈസ് തരാന്ന് പറയാ. വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ അതിൽ നിന്ന് മാറണം. കുറച്ച് മാറിയിട്ട് കുറച്ചും കൂടി ഡെവലപ്പ് ആവാൻ പറ്റിയാൽ ഇറ്റ്സ് ഗുഡ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാം. ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ആവില്ല. ഒന്നെങ്കിൽ സിറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യുക, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ടാറ്റ ബൈ ബൈ. Keep messaging, write, report and send it, or take a picture and send it. ഇന്നത്തേത് അതുപോലെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് എഴുതാനാക്കരുത്. ഇന്ന് എഴുതാം എന്താ പഠിച്ചത്. അതിൽ റിപ്പോർട്ട് വായിക്കുമ്പോൾ കറക്റ്റ് ചെയ്തതും പഠനമാണ്. അതിനാണ് അത് ചെയ്തത്.
ഓക്കെ. അപ്പൊ ആരാ ആദ്യത്തെ പ്രധാനമന്ത്രി? എല്ലാ പ്രധാനമന്ത്രികളുടെയും പേര് വെച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ക്രമത്തിൽ ബൈഹാർട്ട് പഠിക്കാം. ഇവിടെ വെച്ച് പഠിപ്പിച്ച ഒരു പാട്ടാക്കിട്ട് പഠിപ്പിച്ചു. ഓക്കെ. പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആണോ? അംബേദ്കർ ആണോ? വാജ്പേയി അല്ലേ? കേട്ടിട്ടുണ്ട് ഇവരെയൊക്കെ? ലാൽ ബഹദൂർ ശാസ്ത്രിയ? അല്ല. അബ്ദുൽ കലാമ? പിന്നെ ആരാ? അംബേദ്കറും അല്ല. വി ഗിരിയ? അല്ല. ആരാ? ആരാ? ആരാ ആദ്യത്തെ പ്രസിഡന്റ്? ആരാ ആദ്യത്തെ രാഷ്ട്രപതി? ആദ്യം ഭാര്യ ആരാന്ന് പറയാം, എന്നിട്ട് ഭർത്താവിന്റെ പേര് പറയാം. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന് അർത്ഥം. അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ പഠിച്ചാൽ മനസ്സിൽ നിൽക്കില്ല. അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും ഒരു 10 കാര്യം പഠിച്ച് അടുത്താക്ക് പഠിപ്പിക്കുക, അയാൾ ഇയാൾക്ക് പഠിപ്പിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയം. രാഷ്ട്രത്തിന്റെ പതി ഹസ്ബൻഡ്. പിതാവ് ഫാദർ ഓഫ് നേഷൻ അല്ലല്ലോ. അല്ല, ആ വീട്ടിന്റെ ഉടമ. നമ്മൾ സാധാരണ അങ്ങനല്ലേ പറയും. പണ്ട് ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ഒരു വീട്ടിന്റെ നായകൻ, കുലപതി. സ്ത്രീകൾക്കും കുലപതി എന്നുള്ള അർത്ഥം. അതേപോലെ അച്ഛൻ എന്നുള്ള വാക്കിന് ഒരു പുരുഷൻ എന്നുള്ള അർത്ഥമൊന്നുമില്ല. പിതാവ് എന്നുള്ള അർത്ഥത്തിന്, പിതാവ് എന്നുള്ള അർത്ഥത്തിന്, അച്ഛൻ എന്നുള്ള അർത്ഥത്തിന്, പിതാവ് എന്നുള്ള അർത്ഥത്തിന് പുരുഷൻ എന്ന അർത്ഥമില്ല. ഞാൻ ആരുടെ മടിയിൽ കിടന്നിട്ടാണോ മരിക്കുന്നത് അയാളാണ് എന്റെ മകൻ എന്നാണ്. ഞാൻ നിങ്ങളുടെ മടിയിൽ കിടന്നു, ഞാൻ മകൻ, നിങ്ങൾ അച്ഛൻ. രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അവസാനം എനിക്ക് വെള്ളം തരുന്ന ആളെന്ന് പറയും. മദർ നേഷൻ ആണ്. മദർ ഇന്ത്യ എന്നല്ല പറയും. അപ്പൊ അതിന്റെ ഹസ്ബൻഡാണ് എന്നുള്ള അർത്ഥത്തിൽ അയാളെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ആ ഹസ്ബൻഡ് എന്നുള്ള അർത്ഥം ആരാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളെയാണ് രാഷ്ട്രപതി. അപ്പൊ നിങ്ങളൊക്കെ മെസ്സേജ് അയക്കണം. യു ഷുഡ് സെൻഡ് യുവർ നെയിം, വേർ ആർ യു ഫ്രം, അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. ഹായ് അതിനകത്ത് എന്നാ മനസ്സിലാക്കുക. ഞാൻ എന്നിട്ട് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇന്നലെ മൂത്തേടത്തുനിന്ന് അയച്ച എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. യുവർ ഇൻട്രൊഡക്ഷൻ പ്ലീസ്. മൂത്തേടത്തുനിന്ന് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. 11-17 പേരെങ്ങാണ്ട് കംപ്ലീറ്റ് റിപ്പോർട്ട് എഴുതി അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ വരാണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നടുവിലേക്ക് ബസ്സില്ല. അവര് തിരിച്ചു വീട്ടിലെത്തിയപ്പോ 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് 3:30 എത്തിയ ആൾക്കാർ. സോ വെരി ഹാർഡ് ടു കം, റൈറ്റ്? അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നെടുവാലൂരിൽ നിന്നായാലും വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, നേരിട്ട് ബസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോ വരുവോ ബുദ്ധിമുട്ടല്ലേ എന്ന് ഞാൻ ഇതേ വാക്യം പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഡേ വന്നാൽ ചിലപ്പോ പുഷ് കൊണ്ട് വന്നേ. അപ്പൊ മെസ്സേജ് അയക്കാം, ബി ഇൻ കോണ്ടാക്ട്. ഓക്കെ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ അടുത്തൊക്കെ ഫീൽഡ് സ്കൂൾ തുടങ്ങാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കലായി. എനിക്ക് പേടിയുണ്ട്. ധൈര്യത്തിൽ ഉറക്കം പറയും. ഓക്കെ, എന്ത് പറയും? ഉറക്കം പറയും.